So welcome back to Edu Mandra. So നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഇലക്ട്രോണിക് മീഡിയ ഫോർത്ത് സെമസ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഫോർ വെബ്. ഓക്കെ, റൈറ്റിംഗ് ഫോർ വെബ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം റൈറ്റിംഗ് ഫോർ എനി അതർ ട്രഡീഷണൽ മീഡിയ. ഓക്കെ, അതായത് വെബ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വെബ്സൈറ്റുകൾക്ക് വേണ്ടി ബ്ലോഗ് പോലെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ട്രഡീഷണൽ മീഡിയയിൽ എങ്ങനെ റൈറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഡിഫറൻസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പ്രിൻ്റ് മീഡിയയിൽ പഠിച്ചിട്ടുണ്ട്, റൈറ്റിംഗ് ഫോർ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് പൊതുവേ മീഡിയ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കഥ എഴുതുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു തീസിസ് എഴുതുന്നത് പോലെയോ ഒന്നും അല്ല. പൊതുവേ ആളുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷകൾ, വളരെ ഈസി ടു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, ഒരു ഓവർ ഇൻഫർമേഷൻസ് പാടില്ല, കൺസൈസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ മീഡിയയുടെ ഭാഗമായിട്ടുള്ള പ്രിൻ്റ് മീഡിയ മാത്രമല്ല, ഡിജിറ്റൽ മീഡിയയിലും എല്ലാ മീഡിയാസിലും, ഇത് ബ്രോഡ്കാസ്റ്റ് മീഡിയയിലായാലും ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ന്യൂ മീഡിയയിലായാലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസുകളുണ്ട്. ഓക്കെ, so writing for web is different from writing from any for any other traditional media. However, എന്നിരുന്നാലും the news value in the news writing is the same as radio or TV. അതായത് എന്നിരുന്നാലും ഈ പറയുന്ന ന്യൂസ് വാല്യൂ ഓഫ് ദ ന്യൂസ്, വാർത്തകളുടെ വാർത്താ മൂല്യം എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അത് നോട്ട് ഓൺലി ഇൻ റേഡിയോ ആൻഡ് TV, അത് പ്രിൻ്റിലായാലും സെയിം തന്നെയായിരിക്കും. ഓക്കെ എന്ന് പറയുന്നുണ്ട്. വെൻ റൈറ്റിംഗ് ഫോർ ദ വെബ് യൂസിങ് പ്ലെയിൻ ലാംഗ്വേജ് അലൗസ് യൂസേഴ്സ് ടു ഫൈൻഡ് വാട്ട് ദേ നീഡ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ഹാവ് ടു ഫൗണ്ട് ആൻഡ് ദെൻ യൂസ് it to meet their needs. It should also be actionable, findable and shareable. Okay, അതായത് നമ്മൾ ട്രഡീഷണൽ റൈറ്റിങ്സിനെ പോലെയല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. യൂസിങ് പ്ലെയിൻ ലാംഗ്വേജ്, അതായത് ഈ വെബിൽ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ വേണം അത് എഴുതാനായിട്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ റീഡർക്ക് അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അപ്പം പലപ്പോഴും നമ്മൾ ഒരു ന്യൂസിൽ, ഒരു പത്രത്തിൽ പലപ്പോഴും എഡിറ്റർ നമ്മൾ എന്താണ് വായിക്കുക, ഇപ്പം മാതൃഭൂമി പത്രമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ മാതൃഭൂമിയുടെ എഡിറ്ററാണ് തീരുമാനിക്കുന്നത് നമ്മൾ കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോട് എഡിഷനിൽ ഉള്ള ആളുകൾ ഇന്നെന്ത് വായിക്കണം എന്നുള്ളത് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്നത്തെ വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ട് എഡിറ്ററാണ്. ഓക്കെ, പക്ഷേ അതുപോലെ തന്നെ ഈ ഒരു ടെലിവിഷൻ ആണെങ്കിൽ ടെലിവിഷനിലും ചീഫ് എഡിറ്റേഴ്സ് ഉണ്ടാവും. എഡിറ്റേഴ്സാണ് ഇന്നെന്ത് പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാംസ് ഇന്ന സമയത്ത് ഇന്ന വാർത്തകൾ ആളുകൾ കേൾക്കണം എന്ന് പറയുന്നത്. പലപ്പോഴും പല വിഷയങ്ങളും പല ചാനലുകളും മുക്കാറുമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഞാൻ പറയുകയാണ് നമ്മളുടെ ഈ പറയുന്ന കറി പൗഡേഴ്സിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ഈ അടുത്ത് പുറത്തു വിട്ടിരുന്നു. അപ്പോൾ ഈസ്റ്റേൺ പോലെയുള്ള വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, കുറേ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട്സ് വന്നപ്പം കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് പലപ്പോഴും പല TV ചാനലുകളിലും വന്നിരുന്നില്ല. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയപ്പം ഒരുപാട് വരികയും ചെയ്തു. അപ്പോൾ അതിനടുത്ത് എന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്ന് പരസ്യം വാങ്ങിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് വായിക്കണം എന്നുള്ളത് പൊതുവെ തീരുമാനിക്കുന്നത് എഡിറ്റേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ് ഈ എന്താ പറയുക ട്രഡീഷണൽ മീഡിയകളിൽ പൊതുവെ. പക്ഷേ ന്യൂ മീഡിയയുടെ കാര്യത്തിൽ വരുമ്പം നമ്മളൊരു വെബ്സൈറ്റിൽ, പ്രത്യേകിച്ച് വെബ് നമ്മൾ ഇപ്പം ഏത് ചാനലിൻ്റെ ആയാലും അല്ലെങ്കിൽ ഏതൊരു വാർത്താ ഏജൻസിയുടെ ആയാലും വെബ്സൈറ്റിൽ നമ്മൾ കയറുന്ന സമയത്ത് ഇവിടെ നടക്കുന്നത് നമ്മൾ എന്ത് വായിക്കണം നമ്മളെ തീരുമാനിക്കുന്നത് അല്ലേ. നമ്മൾ ഇപ്പം മനോരമ ഹൊറൈസണിൽ അതിൻ്റെ ഒരു ഇതിൽ കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മൾ എൻജിനീയറിംഗ് ടെക്നോളജീസിനെ കുറിച്ച് വായിക്കണോ, അല്ലെങ്കിൽ നമ്മൾ കുവൈറ്റ് PGയെ കുറിച്ച് വായിക്കണോ, നമ്മൾ ജാമിയ മില്ലിയയുടെ എൻട്രൻസിനെ പറ്റി വായിക്കണോ, അല്ലെങ്കിൽ നമ്മൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെ പറ്റി വായിക്കണം തീരുമാനിക്കുന്നത് നമ്മളാണ്. ഓക്കെ, നമുക്ക് അതിനകത്ത് കുറേ ആർട്ടിക്കിൾസ് അതിനകത്ത് ഉണ്ടാവും, നമ്മൾ ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിൻ്റെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ആ രീതിയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ഹാവ് ഫൗണ്ട്, അതായത് അവർക്ക് റീഡേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, അവരെന്താണ് കണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം.
ഇപ്പോൾ ഓരോ ആളുകൾക്ക് താല്പര്യമുള്ള ജേണൽസ് ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ഈ പീരിയോഡിക്സൊക്കെ നമ്മൾ നോക്കുമ്പം ഈ മാഗസിൻസൊക്കെ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ വായിക്കുക. വെബ്സൈറ്റുകളും പൊതുവേ അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ പീരിയോഡിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് ആ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ആ ലക്കത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അതിൻ്റെ എഡിറ്ററാണ്. പക്ഷേ നമ്മൾ വെബിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ചിലപ്പോൾ നമ്മൾ ഒരുപാട് പോപ്പുലർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആരും വായിക്കാതെ പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ ആരും മൈൻഡ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് സാന്നില്ലി ചെയ്യുന്ന ആർട്ടിക്കിൾസൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ആളുകൾ വായിക്കുകയും ചെയ്യുക. ഓക്കെ, അത് ഡിപ്പെൻഡ് ഓൺ ദ റീഡർ. ഓക്കെ, അപ്പോൾ അത് ആര് എന്ത് ചെയ്യണം അവർ തീരുമാനിക്കുക. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് അവർക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം ഇതൊക്കെ ചെയ്ത് വയ്ക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരമാക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ യൂസ് ഇറ്റ് ടു മീറ്റ് ദെയർ നീഡ്സ്. അത് അവർക്ക് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഉപയോഗപ്രദമാവുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ വിദേശ പഠനത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പം വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ അത് വായിക്കുക. അപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആണെന്ന് അവർക്ക് തോന്നണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഷുഡ് ഓൾസോ ബി ആക്ഷനബിൾ, ഫൈൻഡബിൾ ആൻഡ് ഷെയറബിൾ. അത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതായിരിക്കണം, ഈസി ആയിട്ട് കണ്ടൻറ്റ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതായിരിക്കണം. ആക്ഷൻ, അതായത് അതിനെ ലൈക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ആ ആർട്ടിക്കിളിലെ വിവരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലോ ഒക്കെ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഷെയറബിൾ ആയിരിക്കണം. ആളുകൾക്ക് യെസ് ഇത് ഒരു നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊരു വാർത്താ പ്രാധാന്യമുള്ള, ഇതൊരു ആളുകൾ അറിയേണ്ട കാര്യമാണ്, അപ്പം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്തേക്കാം, നമ്മൾ ക്ലാസ്മേറ്റ്സിന് ഷെയർ ചെയ്തേക്കാം എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം എന്നുള്ളത്. കാരണം ഈ ഷെയറിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ സർക്കുലേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് ഈ വെബ്സൈറ്റുകളൊന്നും ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല പൊതുവെ. ഓക്കെ, അത് ആളുകൾ ഷെയർ ചെയ്തിട്ട് തന്നെ വേണം ഈ കണ്ടൻറ്റുകൾ ആളുകളിലേക്ക് സ്പ്രെഡ് ആവാൻ. അപ്പോൾ ഷെയറബിൾ ആയിട്ടുള്ള കണ്ടൻറ്റുകളായിരിക്കണം. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതായത് ആളുകൾക്ക് ഈസി ആയിട്ട്, അപ്പം അവിടെ ഈ പറയുന്ന കണ്ടൻറ്റുകളൊക്കെ പിന്നെയും നമ്മൾ ഓർക്കണം. അതായത് കൺസൈസ് ആയിരിക്കണം, ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതായത് പിന്നെ ഈസി ആയിട്ട് എല്ലാ ആളുകൾക്കും ബേസിക് ലാംഗ്വേജ് സ്കില്ലുള്ള, ബേസിക് ലാംഗ്വേജ് നോളജുള്ള ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് ഉണ്ടാകാൻ പാടില്ല, പ്രൂഫ് റീഡ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ബാക്കിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി ഗൈഡ് ലൈൻസ് ഫോർ വെബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നോക്കാം. ഓക്കെ, സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചൂസ് കീവേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറമെ വെബ് റൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കീവേഡുകൾ, അതായത് നമുക്കൊരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യുന്നത്, സെർച്ച് എൻജിൻസൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ പലപ്പോഴും ഈ വേർഡ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, വേർഡ്സിനെയൊക്കെ വെച്ചിട്ടാണ് അവരുടെ ഒരു അൽഗോരിതം പ്രവർത്തിക്കുന്നത്. അപ്പം കീവേഡ്സ്, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം, നമ്മൾ ടാഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡ്സ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, ഷിജു മന്ദ്ര BA ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഞാനവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. BA ഫങ്ഷണൽ ഇംഗ്ലീഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യാനും പഠിച്ചതാണല്ലോ. അപ്പം നമ്മൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കീവേഡ്സ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഹെഡിങ്ങിലാവട്ടെ, ഇപ്പം വിദേശ വിദ്യാഭ്യാസത്തിനെ പറ്റിയാണെങ്കിലും ഒരുപാട് ഹെഡിങ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കീവേഡ്സ് ആണ്. ഇൻക്ലൂഡ് ടൈറ്റിൽ ഓൺ എവറി പേജ്. എല്ലാ പേജിലും അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കണം എന്നുള്ളത് ആളുകൾ എപ്പോഴും അവർക്ക് ഓർക്കണം. അവർ ഇന്നതിനെ പറ്റിയാണ് വായിക്കുന്നത് എന്നുള്ളത് അവർ ഓർക്കണം. പിന്നെ പലപ്പോഴും സബ് ടോപ്പിക്സിന് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫാക്കി തിരിക്കുന്ന സമയത്ത് ആ ഓരോ പാരഗ്രാഫിനും ഓരോ ടോപ്പിക് ഉണ്ടാവുമല്ലോ, അതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. യൂസ് സബ് ഹെഡിങ്സ്, ഞാൻ പറഞ്ഞതുപോലെ. ഓക്കെ, കീപ്പ് പാരഗ്രാഫ്സ് ആയിട്ട് ചെയ്യുക. ഒരു ലോങ് ആയിട്ടുള്ള പാരഗ്രാഫിന് പകരം ചെറിയ പാരഗ്രാഫായിട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾക്കത് കീപ്പ് സ്മോൾ പാരഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും, ആളുകൾക്ക് വായിച്ചിരിക്കാൻ തോന്നും. ഇപ്പോൾ നമ്മൾ ഒരു 1.5 മണിക്കൂറുള്ളൊരു ക്ലാസ് ആയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് 3 വീഡിയോ വെച്ചിട്ട് അല്ലെങ്കിൽ 2-3 വീഡിയോ വെച്ചിട്ട് ഓരോ മൊഡ്യൂൾസും തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ 3 വീഡിയോ വെച്ചിട്ട് എൻറ്റയർ ആയിട്ട് ഉള്ള ഈ ഒരു പേപ്പർ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് 1.5 മണിക്കൂർ ഇരിക്കണ്ടേ, വേറെ നോക്കാം എന്ന് വിചാരിക്കില്ലേ? പക്ഷെ നമ്മൾ പലപ്പോഴും ടോപ്പിക് വൈസ് ആയിട്ട് കുറച്ച് ചെറിയ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. ഞാനും പഠിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയുടെ ലെങ്ത്താണ് ആദ്യം നോക്കുക. ഓക്കെ, അത് എക്സാമിൻ്റെ സമയത്തല്ല, അതിന് മുൻപൊക്കെ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ആവും, ഇത് കുറച്ച് തോനെയുണ്ടല്ലോ,
ഒരു മൂവി ആകുമ്പോൾ 2-3 മണിക്കൂർ നമ്മൾ എൻ്റർടൈൻ ചെയ്തിട്ട് കുഴപ്പമില്ലാതെ കാണും. പക്ഷേ എക്സാമിൻ്റെ സമയത്തായിരിക്കും നമ്മൾ 1 മണിക്കൂറല്ല 3 മണിക്കൂറും നമ്മളിരുന്ന് കേൾക്കുക. അപ്പം കൺസൈസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇപ്പോൾ പാരഗ്രാഫ്സിനെ തന്നെ ചെറിയ പാരഗ്രാഫ് ആക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ വരും. ഞാനത് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് പോയിൻറ്റ്സ് ഓർമ്മ വരാനാണ്. കുറേ പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട്. ഓക്കെ, യൂസ് ബുള്ളറ്റിൻസ് ആൻഡ് നമ്പേഴ്സ്. അതായത് നമ്മൾ ഇപ്പം ഞാനിതിനകത്ത് ചെയ്തതുപോലെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ടോപ്പിക്കിന് സൈഡിൽ ഓരോ ടിക്ക് കൊടുത്തതുപോലെ അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുക്കുന്നത് പോലെ ഒക്കെ ചെയ്യാം. വാച്ച് യുവർ ലാംഗ്വേജ്. നിങ്ങളുടെ ലാംഗ്വേജ് ശ്രദ്ധിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സിലേക്ക് പ്രിൻ്റ് മീഡിയയിലും നമ്മൾ മീഡിയ റൈറ്റിംഗ് ഫോർ റേഡിയോ, റൈറ്റിംഗ് ഫോർ ടെലിവിഷനൊക്കെ പഠിച്ചതുപോലെ, റൈറ്റിംഗ് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ പഠിച്ചതുപോലെ ലാംഗ്വേജ് കൺസൈസ് ആയിരിക്കണം. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ചെറിയ സെൻറ്റൻസിലായിരിക്കണം നമ്മൾ പറയുന്നത്. ഈസി ടു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ഓവറായിട്ട് നമ്മൾ വലിയ പാണ്ഡിത്യമുള്ള ആളാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കരുത്. അതായത് കടുകട്ടി വാക്കുകൾ. ഇപ്പം മലയാളത്തിൽ ചില ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും. ഈ ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ സംസ്കൃതവും ഒക്കെ കൂട്ടിക്കുഴച്ച് നമ്മളുടെ പ്രാചീന മലയാളത്തിലെ പല വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഘനഗംഭീരമായിട്ടുള്ള ശബ്ദവും ഒക്കെ പ്രകടിപ്പിച്ചിട്ട് ഷോ കാണിക്കും. ഓക്കെ, അപ്പം അതുപോലെയൊന്നും ഒരിക്കലും ഒരു മീഡിയ റൈറ്റിങ്ങിൽ, ഒരു വെബ് റൈറ്റിങ്ങിലൊന്നും ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിന് സാഹചര്യം നോക്കിയിട്ട് വേണം നമ്മുടെ ലാംഗ്വേജ്. അപ്പം നമ്മുടെ ഭാഷ ശ്രദ്ധിക്കണം. അത് ഈസി ടു അണ്ടർസ്റ്റാൻഡിങ് ആവണം. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ നോക്കുന്നുണ്ട്. വാച്ച് യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോയിന്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ, യൂസ് കോൺട്രാക്ഷൻസ്. അതുപോലെ തന്നെ യൂസ് സെൻസ്. നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട. അതായത് ഫോണ്ടിൻ്റെ കാര്യമാണ്. അതൊക്കെ ഓരോ ഡിപ്പെൻസ് ഓൺ ഓരോ കാര്യങ്ങൾ. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ആളുകൾക്ക് സുഖമായി വായിച്ചു പോകാൻ പറ്റുന്ന ഫോണ്ടുകൾ ഉപയോഗിക്കാന്നേ ഉള്ളൂ. അതിന് ഇന്ന ഫോണ്ടൊന്നുമില്ല. അല്ലെങ്കിൽ യൂസ് ബെറ്റർ ഫോണ്ട്, അല്ലെങ്കിൽ യൂസ് സിമ്പിൾ ഫോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ പല തരത്തിലുള്ള ഫോണ്ടുകൾ നമുക്ക് കിട്ടും. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് എഴുതുന്ന സമയത്ത് കിട്ടും. പക്ഷേ അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോണ്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും ചില ബസ്സിൻ്റെയൊക്കെ പേര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പല സ്റ്റൈലിലൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പലപ്പോഴും ആളുകൾക്ക് വായിക്കാൻ അറിയില്ല, ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ വായിക്കില്ല. അപ്പോൾ അത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിനെ കറാപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് കൊളാപ്സ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഡോൺ ഫൊഗറ്റ് ടു പ്രൂഫ് റീഡ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യണം. ഓക്കെ, റിസർച്ചും പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് പോലെ ഒക്കെ ആഡ് ചെയ്യുക അതിനകത്തേക്ക് പോയിൻ്റ്. അതിനകത്ത് ഒരു 3 C നമ്മൾ നേരത്തെ കമ്പ്യൂട്ടറിനെ പറ്റിയും പറഞ്ഞിരുന്നു അല്ലേ. നമ്മൾ എന്താണ് നമ്മുടെ മീഡിയ മെർജിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതായത് മീഡിയ കൺവേർജൻസിനെ പറ്റി പറഞ്ഞപ്പോൾ 3 C പറഞ്ഞിരുന്നത് കമ്പ്യൂട്ടറും കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഒക്കെ ആയിരുന്നു. ഇവിടെയും 3 Cകളെ പറ്റി പറയുന്നുണ്ട്. നമ്മളൊരു 7 Cs ഓഫ് കമ്മ്യൂണിക്കേഷൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്നായിട്ട് കൂട്ടിക്കലങ്ങി അവിയിൽ പലവും പരിവാക്കി വെക്കരുത്. ഓക്കെ, സോ നമ്മൾ പണ്ട് പഠിച്ചിരുന്നു ഒരു 7 Cs ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിരുന്നു. അതൊന്നും അല്ല ഇതിൽ 3 Cs ഓഫ് എന്താ പറയുക 3 Cs ടു ബി കൺസിഡേർഡ് വൈൽ റൈറ്റിംഗ് ഫോർ വെബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് ക്ലിയർ, കൺസൈസ് ആൻഡ് കൺസിസ്റ്റൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തത് ഇ ജേണൽ എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇ ജേണൽ എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ജേണൽ. അതായത് നമ്മൾ ജേണൽ എന്നൊക്കെ പറയുമ്പോൾ പീരിയോഡിക്സ്, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ജേണൽസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ജേർണലിസത്തിൻ്റെ പ്ലാറ്റ്ഫോംസാണ് ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇ ജേണൽ എന്ന് പറയുമ്പം ഇലക്ട്രോണിക് ജേണൽസ് ഓർ periodical is a periodical publication that is available online. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ദിവസവും നമ്മുടെ വീട്ടിൽ വരുന്ന പത്രം നമുക്കിപ്പോൾ ഓൺലൈനായിട്ട്, ഞാൻ നേരത്തെ ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, PDF ഒക്കെ ആയിട്ട് കിട്ടുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആപ്പുകൾ വഴി ആപ്ലിക്കേഷനിൽ നമുക്ക് പത്രം കിട്ടുന്നത്. അപ്പം ഈ നമ്മുടെ ഭാഷയൊക്കെ ഞാൻ ഒരു ടിപ്പ് അതിനിടയ്ക്ക് പറയുകയാണ്. നമ്മളുടെ ഇംഗ്ലീഷ് ഭാഷയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്താ ആപ്ലിക്കേഷൻസൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്തൊക്കെ നോക്കുക. ഇന്ത്യ ടുഡേയുടെയൊക്കെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ് ടു യൂസ് ചെയ്യാനായിട്ട്. അതിന് വലിയ രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ എമൗണ്ടും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് മാസാമാസം അല്ലെങ്കിൽ നമുക്ക് ഡെയിലി പീരിയോഡിക്കലി കിട്ടുന്ന പബ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് നമുക്ക് നമ്മളുടെ ഫോണിലേക്കോ നമ്മളുടെ ഡിജിറ്റൽ ഡിവൈസുകളിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പീരിയോഡിക്സിനെയാണ് ഈ ജേണൽ എന്ന് പറയുന്നത്, യൂഷ്വലി ഓൺ ദ ഇൻ്റർനെറ്റ്. ഓക്കെ, ഈ ജേണൽസ് ആർ ഓഫൺ
ഡിജിറ്റൈസ്ഡ് വേർഷൻസ് ഓഫ് പ്രിൻ്റ് വേർഷൻ. അതായത് പറഞ്ഞതുപോലെ പത്രങ്ങൾ മാത്രമല്ല, ഈ മന്ത്ലി മാഗസിൻസ്, ഇപ്പം ആരോഗ്യ മാസിക പോലെയുള്ള അല്ലെങ്കിൽ മംഗളം പോലെയുള്ള വാരികകൾ, മാസവാരികകൾ, കുട്ടികളുടെ കോമിക് ബുക്സ്, അതുപോലെ തന്നെ പല തരം ടോപ്പിക് വൈസ്, ഇപ്പം ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ദ വൈൽഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ജേണൽസ് ഉണ്ട് അല്ലേ, പീരിയോഡിക് ജേണൽസ് ഉണ്ട്. പിന്നെ സിനിമയെക്കുറിച്ച് ഉള്ള വാർത്തകളുണ്ട്. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് ഓൺലൈനായിട്ടും കിട്ടും. അതിനെയാണ് ഈ ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജേണൽ എന്ന് പറയുമ്പോൾ പീരിയോഡിക്കലി കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പീരിയോഡിക്കലി കിട്ടുന്ന മാഗസിൻ, ന്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെ വരുമ്പം ഈ ജേണലായിട്ട് മാറും. സിമ്പിളി ജേണൽ എന്തെന്ന് മനസ്സിലാക്കുക, അതിനെ ഡിജിറ്റലി അത് പ്രൊവൈഡ് ചെയ്യുന്ന, ഡിജിറ്റലി ആളുകളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഈ ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, they can be distributed online such as via the internet or offline such as via CD-ROM. അതായത് ഇത് ഓൺലൈനായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് വഴി മാത്രമല്ല സ്പ്രെഡ് ചെയ്യാൻ പറ്റുക, നമുക്ക് CD ആയിട്ടും കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ജേർണൽസ് ക്യാൻ ബി ഇൻ ASCII ടെക്സ്റ്റ്, HTML, വേൾഡ് വൈഡ് വെബ് പേജസ്. അതായത് ഇപ്പോൾ നമ്മൾ ഈസി ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമുക്ക് www.മാതൃഭൂമി.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് എത്തും. അതിനകത്ത് ഡെയിലി ന്യൂസുകളുണ്ട്. അവരുടെ ദിനപത്രം തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെയും HTML പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ ആ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടൻറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് ഓൺലൈനായിട്ട് നമുക്ക് വെബ്സൈറ്റിൽ കയറി വായിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ ഒരു ഫിസിക്കൽ പത്രം പോലെ നമ്മളുടെ ഫോണിൽ PDF ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്കത് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ ജേർണൽസ് ഹാവ് സെവറൽ അഡ്വാൻറ്റേജസ് ആൻഡ് ട്രഡീഷണൽ പ്രിൻറ്റഡ് ജേർണൽസ് ഇൻക്ലൂഡിങ്. അതായത് ഈ ജേർണലുകൾക്ക് നമുക്ക് അധികം പറയണമെന്നില്ല, നിങ്ങൾക്ക് ആലോചിച്ച് അറിയുന്ന കാര്യം തന്നെ. ഈ ട്രഡീഷണൽ പ്രിൻറ്റ് ജേർണലുകളുമായിട്ട് നോക്കുമ്പം ഈ ജേർണലുകൾക്ക്, ഇലക്ട്രോണിക് ജേർണലുകൾക്ക് കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. അതായത് സെർച്ച് ചെയ്യാൻ സാധിക്കും നമുക്ക്. യു ക്യാൻ സെർച്ച് ദ കണ്ടന്റ് പേജസ് ആൻഡ് ഫോർ ദ ഫുൾ ടെക്സ്റ്റ് ഓഫ് ജേർണൽ ടു ഫൈൻഡ് ആർട്ടിക്കിൾസ് ഓൺ എ സെർട്ടൈൻ സബ്ജക്റ്റ്. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 50-60 പേജുള്ള ഒരു മാസികയിൽ നമുക്കൊരു പ്രത്യേക നമുക്കൊരു കഥ, ഏതെങ്കിലും ഒരു, ഇപ്പം നമ്മൾ മനോരമയും മംഗളമൊക്കെ നോക്കുമ്പോൾ നോവൽസൊക്കെ ഒരുപാട് കാണാറുണ്ട് അത്തരത്തിലുള്ള ജേർണൽസിലൊക്കെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു കഥയായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഓരോ പേജ് അല്ലെങ്കിൽ കണ്ടൻറ്റ് നോക്കി പേജ് മറിക്കണം. പക്ഷേ ഈ ജേർണലിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അതിനകത്ത് സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു മീനിങ്ങിൽ വരുന്നത്. ഓക്കെ, സെക്യൂരിറ്റി, ഈ ജേർണൽസ് കനോട്ട് ബി ലോസ്റ്റ്. അതായത് അത് നമ്മൾ ഡിജിറ്റലി സ്റ്റോർ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ട് വളരെയധികം ചാൻസ് കുറവാണ്. ആക്സസിബിലിറ്റി ഉണ്ട്. ഈ ജേർണൽസ് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആക്സസ് ടു ആർട്ടിക്കിൾ. പെട്ടെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ആർട്ടിക്കിൾസിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെയും ഒരുപാട് ഗുണങ്ങളുണ്ട്. ലിങ്കിങ് ഉണ്ട്. ഈ ജേർണൽസ് ക്യാൻ ലിങ്ക് ഫ്രം അതർ റിസോഴ്സസ്. അതായത് ഈ ജേർണൽസിൽ നമുക്ക് ഇപ്പോൾ ചില കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ തന്നെ ചാനലിൽ കണ്ടിട്ടുണ്ടാകും, നമ്മൾ പല കാര്യങ്ങളും ഗൂഗിളിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പർ ലിങ്ക്സ് ഇതിനകത്ത് വരാറുണ്ട്. അതിൽ വേറെ കളറിലായിരിക്കും ആ ഒരു അക്ഷരങ്ങളുണ്ടാവും. അതിൻ്റെ താഴെ ഒരു നീണ്ട വരയുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതിനെപ്പറ്റിയുള്ള വിക്കിപീഡിയ അല്ലെങ്കിൽ അത് ഏത് HTML-ലേക്കാണോ പോകുന്നത്, ഹൈപ്പർ ലിങ്കിലേക്കാണോ പോകുന്നത്, അത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ പറയുന്ന ഈ ജേർണലിലുണ്ട്. നമുക്കത് ഒരിക്കലും പ്രിൻറ്റ് ജേർണൽസിൽ കിട്ടില്ല. ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇനി ഒരുപാടുണ്ട്. നമ്മൾ ഒരു പ്രിൻറ്റ് ജേർണലാകുമ്പോൾ നമുക്ക് കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കൺവീനിയൻസ് കൂടുതൽ ഈ ജേർണൽസ് ആയിരിക്കും. കാരണം നമുക്ക് സൂം ചെയ്തിട്ടൊക്കെ വായിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പം എപ്പോഴും ഒരു കണ്ണടയുടെ ആവശ്യം ഒന്നും പലപ്പോഴും ഉണ്ടാവാറില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, പിന്നെയും അത് ഈ സ്റ്റോറേജ്, അത് സൂക്ഷിക്കാനായിട്ട്, ഇപ്പോൾ നമ്മളൊരു പത്രം സൂക്ഷിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഞാൻ നേരത്തെ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ട്രെയിനിലൊക്കെ രാവിലെ പത്രം വാങ്ങിയിട്ട് വായിക്കുന്ന ആളുകൾ പലപ്പോഴും അത് സൂക്ഷിക്കാനായിട്ട് അവർ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അതായത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചതായതുകൊണ്ട് ഉപേക്ഷിക്കാനും പറ്റില്ല. അതിങ്ങനെ അവസാനം ഷോ ചെയ്ത് പോകുന്ന രീതിയിലൊക്കെ കാണാറുണ്ട്. പലപ്പോഴും ഈ ഫോണിൽ വരുന്ന സമയത്ത് അത് ഈസി ടു ആക്സസ് ആണ്, അത് ഈസി ടു ക്യാരി ആണ്.
അത് നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പം വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ സ്റ്റോറേജും അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കത് മാസാമാസം കുറച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വിറ്റ ആക്രിയായിട്ട് പൈസ കിട്ടും. ഇതിനകത്ത് അങ്ങനെയൊന്നും ഗുണമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പലപ്പോഴും പലരും ഈ പത്രമൊക്കെ വാങ്ങിക്കുമ്പോൾ അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. അത് പത്രവും മാഗസിൻസും ഒക്കെ വായിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പം അതിൻ്റെ ഒരു 2-3 മാസത്തെ പൈസ കൊടുക്കാനെങ്കിലും നമുക്ക് ഇതിൻ്റെ ഈ പറയുന്ന പത്രമൊക്കെ ആക്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതും ഒരു പറഞ്ഞതുപോലെ അഡ്വാൻറ്റേജാണ് പ്രിൻ്റ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ ക്യാരി ചെയ്യാനായിട്ട് ദിവസവും യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ എന്താണ് സുഖം ഈ ജേർണൽസാണ്. ഓക്കെ, ഇത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് റീഡിങ്. സം സേ ദാറ്റ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഈ ജേർണൽസ് ആർ ഡിഫിക്കൽട്ടി ടു റീഡിങ് കമ്പ്യൂട്ടർ സ്ക്രീനുകൾ, മൊബൈൽ സ്ക്രീനുകളൊക്കെ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് സാധിക്കും. അവർക്ക് എല്ലാ ആളുകൾക്കും കമ്പ്യൂട്ടറിലേക്ക് നോക്കി നിൽക്കുന്നതും ഫോണിലേക്ക് അധിക നേരം നോക്കി നിൽക്കുന്നതുമൊക്കെ അത്ര സുഖമുള്ള കാര്യമില്ല. ഈ മൈഗ്രെയിൻ വിഷയങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് തലവേദന വരികയും കണ്ണ് വേദനിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഒരു മടുപ്പ് വരും. അതായത് നമ്മൾ വല്ലാതെ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് മീഡിയ. അതുപോലെ തന്നെ അത് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജാണ്. ഓക്കെ, ഈ എക്യുപ്മെൻറ്റ്സ്, ഈ ജേർണൽസ് ആർ റിക്വയർഡ് എക്യുപ്മെൻറ്റ് അൺലൈക്ക് പ്രിൻറ്റ് ജേർണലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ജേർണൽ എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജാണ്. അതായത് നമ്മൾ ഈ പ്രിൻ്റ് ജേർണൽ എന്ന് പറയുമ്പം നമുക്ക് അതിന് എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. അതായത് അത് കൺസ്യൂം ചെയ്യാനായിട്ട് നമുക്കൊരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. പ്രിൻ്റ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം അതില്ല. അതും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും. ഓക്കെ, അത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടും മാറാം, ചിലപ്പോൾ അതിൻ്റെ പ്രിൻ്റ് മീഡിയയുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടും ഈ പറയുന്നൊരു ഇത് മാറാം. ഓക്കെ, അതായത് പെർമനൻസ്, അതുപോലെ തന്നെ പ്ലേജറിസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബാറ്ററി ലൈഫ്, പ്രൈസ്, ഇതൊക്കെ ഇതിനകത്ത് ഘടകങ്ങളാണ്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പം സമയം എത്രയും നോക്കണം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാനുള്ളത് ബ്ലോഗിംഗ് ആണ്. ഓക്കെ, ബ്ലോഗിങ്ങും കൂടെ എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും നന്നാവുക. ബ്ലോഗിങ്ങും നമുക്ക് അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന പബ്ലിക് റിലേഷൻസും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷയം, നമ്മളുടെ വീഡിയോസ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഈ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും ഒക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ വൺസ് അഗൈൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എജ്യു മന്ത്ര എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നോട്ട്സ് നിങ്ങളുടെ നോട്ട്സിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങളുടെ എക്സാമിന് ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു വൺസ് അഗൈൻ. അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, യെസ്.